നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഒരുപാട് വലിയ സമരങ്ങൾ പരാജയപ്പെട്ട ചരിത്രമുള്ള നാടാണ് നമ്മുടേത്. അതുപോലെ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ സമരവും അവസാനിച്ചിരിക്കുന്നു, ലക്ഷ്യം കാണാതെ. ആ ഒരു വിഷയവും അതോടൊപ്പം തന്നെ വളരെ കാലമായി വിഘടിച്ച് നിൽക്കുന്ന കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ മുന്നോട്ട് പോകാനുള്ള കാരണക്കാരൻ താനാണെന്ന് VM സുധീരൻ അവകാശപ്പെട്ടിരിക്കുന്നു. ഈ വിഷയവും നമ്മൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുന്നു. സുധീരനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ AI ഗ്രൂപ്പുകളുടെ ധാരണയായിരിക്കുന്നു. കൺസ്യൂമർ ഫെഡ് വിഷയത്തിൽ പ്രശ്നം വഷളാക്കാൻ സുധീരൻ ശ്രമിക്കുന്നുവെന്ന് AI ഗ്രൂപ്പുകളുടെ ആരോപണവും ഉണ്ട്. ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ കോൺഗ്രസിലെ പൊട്ടിത്തെറി കൂടുതൽ കടുക്കുകയാണ്. സുധീരന്റെ നിലപാടുകൾക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ AI ഗ്രൂപ്പുകൾക്കിടയിൽ ധാരണയായി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒപ്പമുള്ളവരെ കൊണ്ട് സുധീരൻ കത്തയപ്പിക്കുകയാണെന്നാണ് ഗ്രൂപ്പുകളുടെ പരാതി. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷവും സർക്കാരിനെതിരെ പരസ്യ പ്രസ്താവനകളുമായി സുധീരൻ അനുകൂലികൾ പ്രശ്നം വഷളാക്കുന്നു. KPCC അധ്യക്ഷന്റെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നും ഗ്രൂപ്പുകൾ പരാതിപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം സുധീരനായിരിക്കുമെന്നും AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് TN പ്രതാപൻ, KP അനിൽകുമാർ, സതീശൻ പാച്ചേനി തുടങ്ങിയവരെടുത്ത പരസ്യ നിലപാടുകളാണ് ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചത്. MR സജേഷ്, തിരുവനന്തപുരം. ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പുത്തരിയല്ല. പക്ഷേ വളരെ വിചിത്രം, ഒരുപക്ഷെ അത്ഭുതകരം എന്നുള്ള രീതിയിൽ കോൺഗ്രസിലെ പ്രബലരായ രണ്ട് ഗ്രൂപ്പുകൾ A ആണെങ്കിലും I ഗ്രൂപ്പ് ആണെങ്കിലും ഒന്നിച്ചു ചേർന്ന് KPCC പ്രസിഡന്റിനെതിരെ ആയുധമെടുത്തിരിക്കുന്നു. അതൊരു വാർത്ത തന്നെയാണ്. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ ഇന്ന് ചർച്ച നടത്തുന്നതിനായി ശ്രീ ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്. അതോടൊപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസിൻ്റെ യുവ നേതാവാണ്. ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലിയിലേക്ക് തന്നെ. ഇന്ന് VM സുധീരൻ ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നു, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം മതി സംഘടനാ തെരഞ്ഞെടുപ്പ്, പുനഃസംഘടന. ഇതിനു മുൻപും പുനഃസംഘടന ആദ്യം നടത്തും എന്നുള്ള രീതിയിൽ VM സുധീരൻ കാർക്കശ്യം കാണിച്ചിരുന്നൊരു സമയത്ത് ഒരുപാട് പരാതികളും ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. നമ്മൾ തന്നെ ആ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ VM സുധീരൻ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പുനഃസംഘടനയുടെ പേരിൽ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിച്ചാൽ അതിന് താൻ ഉത്തരവാദിയല്ല എന്ന്. വളരെ കൃത്യമായൊരു രാഷ്ട്രീയമാണ് VM സുധീരൻ കോൺഗ്രസിലെ ഗ്രൂപ്പുകാർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് മാനേജർമാർക്ക് അല്ലെങ്കിൽ ആ സംഘങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അല്ല, ഈ സുധീരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ചർച്ച തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുമ്പേ അദ്ദേഹം ഈ പറഞ്ഞ പുനഃസംഘടന നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് ശക്തിപ്രകടനമായി മാറുകയും കോൺഗ്രസ്സിന് അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വളരെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുമായിരുന്നു. സുധീരൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഈ എന്താ പറയുക, ഇരുമ്പോലൊക്കെ വീങ്ങിയ പോലെ നടക്കുന്ന ഒരാളല്ല എന്ന് അടുത്ത കാലത്തിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായി. അദ്ദേഹത്തിന് കൃത്യമായ ആദർശമുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. എന്നാൽ മാണിയുടെ വിഷയം വന്ന സമയത്ത് നമ്മളൊക്കെ അദ്ദേഹത്തെ എതിർത്താണ്, നമ്മൾ വേറൊരു സംഭവം അദ്ദേഹത്തിനായി പ്രതീക്ഷ. പക്ഷേ മാണിയെ അന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് UDF സംവിധാനം നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ സ്വന്തം നിലപാട് ഉറച്ചുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ആവശ്യമായ ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അന്ന് നമ്മളൊക്കെ നടത്തിയ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പൊതുവേ അഭിപ്രായം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ്സിന് ഭൂഷണമല്ല ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ്. മാത്രമല്ല സുധീരൻ സ്വയം ട്രാപ്പിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നു. ഇപ്പം വളരെ വിദഗ്ധമായി അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. പക്ഷേ ഭീഷണി ഇന്നും ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കേന്ദ്രത്തിന് ഉമ്മൻചാണ്ടിയും കൂട്ടരും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും കൂട്ടരും അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം VM സുധീരനായിരിക്കും എന്നാണ്. കാരണം നിയമസഭ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് സുധീരനെ ഒതുക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി ഇവർക്കുണ്ട്. അതുവരുടെ നിലനിൽപ്പിൻ്റെ കൂടി ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകാറ്. പക്ഷേ ഇന്നത്തെ സുധീരൻ്റെ നീക്കം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് ഒരുപോലെ ബാധകമാണ്. സുധീരൻ പറയുന്നത് ഞാൻ ഫ്ലെക്സിബിൾ ആയില്ലേ, ഞാൻ നിലപാടുകൾ പിന്നോട്ട് പോയല്ലോ, പിന്നെ എന്തുകൊണ്ട് പരാജയം നേരിട്ടു, നിങ്ങളാണ് ഉത്തരവാദി എന്ന് സുധീരന് വാദിച്ച് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം വളരെ കൃത്യമായി നൽകുന്ന സൂചന. ശ്രീ BRM ഷഫീർ, ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അടുത്ത സമയത്ത് K മുരളീധരൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അതായത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് സീറ്റുകളിലേക്കൊക്കെ മത്സരിക്കുന്നവരെല്ലാം കോൺഗ്രസിൻ്റെ ഒരുപാട് ഉന്നതരായ നേതാക്കൾ മാത്രമാണ്. സാധാരണക്കാരായ പ്രവർത്തകരോ സാധാരണക്കാരായ നേതാക്കളോ ഒന്നും ആ പരിസരത്തേക്ക് വരാനുള്ള സാഹചര്യമേ നിലനിൽക്കുന്നില്ല. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ് അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് കുറച്ചൊക്കെ സാധാരണക്കാരായ അല്ലെങ്കിൽ കുറേ കാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അവസരം ലഭിക്കുന്നത്. ആ അവസരം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് KPCC പ്രസിഡന്റ് പോകുന്നു എന്നാണ് K മുരളീധരൻ ആരോപിച്ചത്. എങ്ങനെ കാണുന്നു? ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളൊന്നും യഥാർത്ഥത്തിൽ കോൺഗ്രസിലില്ല.
കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് പോരാട്ടങ്ങളുമില്ല. ബഹുമാനായ ശ്രീ KPC പ്രസിഡന്റിനെതിരെ ഇവർ രണ്ടുപേരും കൂടി ഒരു പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു സാങ്കല്പികമാണ്. ഇവിടുത്തെ പ്രശ്നം എന്തെന്നറിയോ? പുനഃസംഘടന നടത്തണമെന്ന് തീരുമാനമെടുത്തത് KPCയുടെ പ്രസിഡന്റ് ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല. ഇവിടെ കോൺഗ്രസ്സിൽ ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലമായി കോൺഗ്രസിനകത്ത് ഏറ്റവും അവസാനത്തെ 5 കൊല്ലക്കാലത്തിനിടയിൽ കോൺഗ്രസിനകത്ത് തീരുമാനമെടുക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും കൂടെ ചേർന്നുകൊണ്ടാണ്. ഇവർ മൂന്നുപേരും കൂടെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് കോൺഗ്രസ്സിൽ തീരുമാനമെടുക്കുന്നത്. ഇവർ മൂന്നുപേരും കൂടി ചേർന്നെടുത്ത AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസ്നിക്ക് വന്ന് 14 ജില്ലകളിൽ നിന്നും അഭിപ്രായം സ്വരൂപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ KPCCയുടെ 9 എക്സിക്യൂട്ടീവുകൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവിടെ സംഘടനാ തലത്തിൽ പുതിയ ആളുകളെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ആളുകൾ കടന്നു വരുന്നു. ഏകദേശം കാസർഗോഡ് ജില്ലയിലും വയനാട് ജില്ലയിലും ആ പ്രോസസ്സിംഗ് പൂർത്തിയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്. രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ തമ്മിൽ പലപ്പോഴും സംഘടനകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഒരു പൊതുവായ ലക്ഷ്യം വരുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് കോൺഗ്രസിൽ സ്വാഭാവികമായ ഒരു പ്രക്രിയ. ഇതിനകത്ത് അങ്ങനെ ഷഫീർ, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നത് ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നവരുടെ മുമ്പിൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ഞാൻ പറയാം. അപ്പോൾ പുനഃസംഘടനാ പ്രോസസ്സ് തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇനി ജില്ലയിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൂടി പൂർത്തിയാക്കണമെന്ന് KPC പ്രസിഡന്റ് നിലപാടെടുത്തു. ആ നിലപാട് KPC എക്സിക്യൂട്ടീവ് നിലപാടാണ്. പക്ഷേ പ്രായോഗികമായി തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ ഈ ഒരു മാറ്റമുണ്ടാകുന്നത് പലതരത്തിലുള്ള അസംതൃപ്തികളുണ്ടാക്കി വിജയസാധ്യതയെ ബാധിക്കുമോ എന്നൊരു ചിന്ത മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉണ്ടായി. അവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്ന് ഒരാവശ്യം ഉന്നയിച്ചു. ആവശ്യം ഉന്നയിച്ചപ്പോൾ സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇത് മാറ്റിവെക്കണമെന്ന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. പക്ഷേ പൊതുവായൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എങ്ങനെ വേണമെന്ന് തീരുമാനമെടുക്കാതെ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. അല്ലല്ല താങ്കൾ പറഞ്ഞതിനോട് യോജിക്കാൻ നമുക്ക് തീർത്തും സാധിക്കില്ല. പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞൊരു കാര്യം നമ്മൾ ഹെഡ്ലൈൻസിൽ വരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരിക്കലും ഒരുമിക്കുമെന്ന് കരുതാത്ത ഗ്രൂപ്പുകൾ ഒരുമിച്ച് നീങ്ങുന്നുവെന്നാണ് VM സുധീരൻ പറയുന്നത്. അതിന് നിമിത്തമായത് താനാണെന്നതിൽ സന്തോഷമുണ്ടെന്ന് സുധീരൻ പറഞ്ഞു. അല്ല, താങ്കൾക്ക് വേണ്ടി അതൊന്ന് കേൾപ്പിച്ചു തരാം. ശ്രീ സുധീരൻ പറഞ്ഞത് ഒന്ന് കേൾപ്പിച്ചു തരാം, പ്രേക്ഷകർ കൂടി ഒന്ന് കേൾക്കട്ടെ. പറയൂ സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ. ആര് വിചാരിച്ചാലും യോജിപ്പിക്കാൻ യോജിക്കില്ല എന്ന് കരുതിയ ഗ്രൂപ്പുകൾക്ക് യോജിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിച്ചു? പിന്നെ അതിനാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം എനിക്കുള്ളത് ഒരു ചെറിയ നിമിത്തമാകാൻ എനിക്കൊരവസരം കിട്ടി എന്നുള്ളത് അതിനേക്കാളും സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. KPCC പ്രസിഡന്റ് വരെ ഉൾക്കൊള്ളുമ്പോൾ താങ്കളെ പോലുള്ള യുവ നേതാക്കൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയട്ടെ, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നുണ്ട്. ആർക്കും കോൺഗ്രസിൽ ഒരുപാട് ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് പറഞ്ഞോ. ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഇല്ല എന്ന് പറഞ്ഞോ? പുനഃസംഘടന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇല്ലല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പുനഃസംഘടന നടത്തണമെന്നും നടത്തണ്ടെന്നുള്ള പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതൊരിക്കലും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സാധ്യതകളെ തകരുന്ന തരത്തിലായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞതിൽ എന്താ കുഴപ്പം? ഇവിടെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഈ കാര്യത്തിലെങ്കിലും ഒരുമിച്ച് പോകുന്നതിൽ സന്തോഷമെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതായത് ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിലാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കൾ ഒന്നു ചേർന്നിരിക്കുന്നുള്ള ആരോപണത്തിന് കൺസ്യൂമർ ഫെഡിന്റെ കാര്യത്തിലാണെങ്കിലും കൺസ്യൂമർ ഫെഡിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും കശുവണ്ടി തൊഴിലാളി കോർപ്പറേഷന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഗ്രൂപ്പ് വരുന്നത് എവിടെയാ? അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പ്രതികരിക്കൂ. അല്ല, തീർച്ചയായും ഇവിടെ ഇപ്പം പ്രശ്നം വന്നിരിക്കുന്നത് അതോടെ സുധീരൻ ഈ പറഞ്ഞിട്ടുള്ള കൺസ്യൂമർ ഫെഡ് വിഷയത്തിലൊക്കെ തന്നെ ഈ മാണി വിഷയത്തിൽ എടുത്ത പോലെയുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോയെന്ന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മാണിയുടെ വിഷയത്തിൽ സുധീരൻ അങ്ങനെ നിലപാടെടുത്ത ഒരു കാരണമുണ്ട്. അത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് മുന്നണിയിൽ. ഇത് സുധീരൻ്റെ തന്നെ പാർട്ടിയിലെ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് സുധീരൻ ഇടപെട്ടല്ലേ പറ്റുള്ളൂ. സുധീരൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുകയായിരുന്നു എന്തെന്ന ആദർശനിഷ്ഠയാണ് സുധീരനുള്ളതെന്ന് ചോദിക്കുകയായിരുന്നു. അതിനുള്ള സ്വന്തം നിലപാടുകൾ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ വ്യക്തമായിക്കൊണ്ട് സ്വന്തം നില സുരക്ഷിതമാക്കിക്കൊണ്ട് നടത്തിയ ഇടപെടലാണ്. ഈ ഇടപെടൽ കേരളത്തെ പൊതുസമൂഹം സുധീരന്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് അഴിമതിക്കെതിരെയുള്ള ഫൈറ്റ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇടയ്ക്കുന്നത്? ഈ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ ശക്തമായി രംഗത്ത് വരുന്നത്? കോൺഗ്രസിന്റെ അഴിമതിയുടെ പ്രതിച്ഛായ മാറി കിട്ടണം അവർക്ക് താല്പര്യമില്ല. എങ്കിലല്ലേ 4 കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കൺസ്യൂമർ ഫണ്ടിന്റെ വിഷയത്തിലായിരുന്നാലും റവന്യൂ ഭൂമി പതിച്ചു കൊടുക്കുന്ന വിഷയത്തിലായിരുന്നാലും അതിനേക്കാൾ വലിയൊരു വിഷയം പറയട്ടെ. ഇപ്പോൾ ഈ കൺസ്യൂമർ ഫെഡ് വിഷയത്തിൽ സുധീരൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? എന്താണ്? അറിയില്ല.
CBI അന്വേഷണത്തിന് നീക്കം നടത്തി തുടങ്ങി. CBI അന്വേഷണത്തിനെ കേരളത്തിലെ KPC പ്രസിഡന്റ് സ്വാഗതം ചെയ്താൽ എന്താണ് തെറ്റ്? അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച, അതാണ് പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞേ. അഴിമതി കാണിച്ചെങ്കിൽ അയാൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാൻ വേണം. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് അത് തന്നെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാട് അത് തന്നെ. അത് KPC പ്രസിഡന്റ് കുറച്ച് ആക്കത്തോടു കൂടി ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് പ്രാധാന്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് ഈ കാര്യത്തിൽ KM മാണി ഇപ്പോൾ എവിടെ കിടക്കുകയും വസ്തുത അന്വേഷണ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടാണല്ലോ, അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അത് മാത്രമല്ല അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്നു വേണ്ട. ഇന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞൊരു കാര്യം, ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ഗ്രൂപ്പ് നേതാക്കൾ കൈയോർന്ന് കണ്ടിട്ട് ജനങ്ങൾ അയ്യേ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് പറയുന്നു. ഒരിക്കലും ഒരുമിക്കുമെന്ന് കരുതാത്ത ഗ്രൂപ്പുകൾ ഇപ്പോൾ ഒരുമിച്ചു എന്ന് VM സുധീരൻ KPCC പ്രസിഡന്റ് തന്നെ പറയുന്നു. അതാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ ആസന്നമായിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ പാർട്ടിക്ക് നേതൃത്വമില്ലാതെ, അല്ലെങ്കിൽ ശ്രീ ഷഫീറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ താഴേക്കിടയിലൊക്കെ തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു, പക്ഷേ DCC ഇല്ല, പഴയ DCC തന്നെയാണ്. ഒരു രീതിയിലും സംഘടനാപരമായി യാതൊരു ഒരു അടച്ചുറപ്പുമില്ലാത്ത ഒരു സംവിധാനത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ് ഇനി കാണാൻ പോകുന്നത്. ഏതായാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് VM സുധീരൻ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞു. എങ്ങനെ കാണുന്നു? ഇനിയിപ്പോൾ തോറ്റാലും കുഴപ്പമില്ല. ഷഫീർ അല്ല, പുനഃസംഘടന നടത്തിയത് കൊണ്ടാണ് പരാജയപ്പെടുന്നതെങ്കിൽ ഇവിടെ വയനാട്ടിലും കാസർഗോഡും പരാജയപ്പെടണ്ടേ? പുനഃസംഘടന നടത്തണമെന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഇന്നലെ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാരുടെയും പുതുതലമുറയെ ഇഷ്ടപ്പെടുന്നവരുടെയും പുതിയ ആളുകൾ 10, 15, 20 കൊല്ലമായി ഒരേ സ്ഥാനത്തിരുന്നു കൊണ്ട് 1, 2 സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ മാറി പുതിയ ആളുകൾ വരുമ്പോൾ ഒരു പുതിയ ജലാശയമല്ലേ? നമുക്ക് നമ്മുടെ വിലപ്പെട്ട സമയമാണല്ലോ, വിലപ്പെട്ട സമയമായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ സുധീറിന്റെ കൂടെ ആൾക്കാർ കൂടുന്നുണ്ടോ, അതോ IA തന്നെ ഒതുങ്ങി കൂടുകയാണ്? അതൊരു മുള്ളു വെച്ചുള്ള ചോദ്യമാണ്. അതിനകത്ത് അയാളുടെ കൃത്യമായ അർത്ഥം ഗ്രൂപ്പ് ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്? അല്ലല്ല, VM സുധീറിന്റെ ഗ്രൂപ്പ് പ്രബലമായോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഈ പുനഃസംഘടന നടത്തണം എന്ന ഒരു ധാരയിലേക്ക് യുവാക്കളും പുതിയ ആളുകളും ചെറുപ്പക്കാരും ഇത് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർക്കും ഇത് ആഗ്രഹമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമല്ല. അത് കേരളത്തിലെ PCC പ്രസിഡന്റിനോടൊപ്പമുള്ള ഒരു ആഭിമുഖ്യമായിട്ട് അത് വന്നിട്ടുണ്ട്. അതെ, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സുധീരൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ ഫീൽ അനുസരിച്ചാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇപ്പോൾ സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഇവർക്ക് കുറച്ച് പള്ളിയിലച്ചന്മാരും അല്ലെ സാമുദായിക നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ടാം കിട കോൺഗ്രസ് നേതാക്കന്മാർക്കും പിന്നെ ഉമ്മൻചാണ്ടി, രമേശിനെ പോലെ ആളുകൾക്കാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് കാര്യമുള്ളൂ. സാധാരണ കോൺഗ്രസ്സുകാരൻ വിചാരിക്കുന്നത് അവന് ഏറ്റവും വലിയ CPM-ഉം BJP ഒക്കെ ആണ്. അപ്പോൾ കേന്ദ്രത്തിൽ ഓൾറെഡി തകർന്നിരിക്കുകയാണ്. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇനി ഈ ഗ്രൂപ്പ് കളിക്കുക, ഇങ്ങനെ ഈ വൃത്തികെട്ട രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് കേസും അതുപോലെ തന്നെ ഇത് ഇപ്പം വന്നിട്ട് കൺസ്യൂമർ ഫെഡ് കേസൊക്കെ അതുപോലെ കേസുകൾ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സാധ്യത പിന്നെ അബദ്ധമാവും എന്നുള്ള തോന്നലുണ്ട്. ആ ഒരു തോന്നലിൽ നിന്നാണ് അവരെല്ലാം തന്നെ മനസ്സുകൊണ്ട് സുധീരൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ആളുകൾ സാധാരണ കോൺഗ്രസ് സുധീരൻ്റെ കൂടെ, പിന്നെ ഈ ഗ്രൂപ്പ് കളിക്കുന്ന ആളുകളെ അത് സാങ്കേതികമായിട്ട് എക്സിക്യൂട്ടീവിലൊക്കെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഏത് പാർട്ടിക്കും പറ്റും, നമുക്കറിയാവുന്ന കാര്യം. അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിലൂടെ ഉയർന്നു വന്ന തന്നെ MLA മന്ത്രിയായ ചരിത്രങ്ങളുണ്ട്. അതുണ്ട്, അത് കേട്ടുകേൾവിയില്ലാത്ത ആൾക്കാരെ പോലും അതുണ്ട്. സ്വന്തം കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി ഓരോരുത്തർ പറയുന്ന കാര്യം. പണ്ടൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, ബാലഗംഗാധര തിലകനെ ഗോഖലെന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടായി. അതെന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരോട് തീവ്രമായ സമീപനം വേണം, ബ്രിട്ടീഷുകാരുടെ മിതമായ സമീപനം വേണം എന്നുള്ള രണ്ട് അഭിപ്രായ ഗതികൊണ്ടാണ്. ഇന്നതല്ല. പിന്നെ കരുണാകരന്റെ കാലത്ത് കൂടുതൽ പ്രായോഗിക സമീപനം വേണം, ആന്റണി കൂടുതൽ ആദർശപരമായ സമീപനം വേണം എന്നുള്ളതാണ്. ഇന്നതല്ല, കംപ്ലീറ്റ്ലി പ്രായോഗികമാണ് രാഷ്ട്രീയം. അതിൽ ഗ്രൂപ്പ് വേണം എന്ന് പറയുന്നത് സത്യത്തിൽ സ്വന്തം കഴിവുകേടുകൾ മറച്ചേക്കാൻ എളുപ്പം കയറിപ്പോയി ചിലർ കണ്ടുപിടിച്ച വഴിയാണ്. കഴിവായിരിക്കണം ഒരാൾ കയറിപ്പോകാനുള്ള മാനദണ്ഡം. ആ ഒരു തരത്തിലെ കോൺഗ്രസ് മാറിയാൽ ഇന്ത്യയിൽ ഈ കോൺഗ്രസ് ആനന്തര കാലഘട്ടത്തിൽ കോൺഗ്രസ് നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി രാഹുൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, സുധീരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ കൊള്ളാം, ഈ സാധനം നിന്നു. ഏതായാലും നമുക്ക് ഈ വിഷയം അവസാനിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം.